ملكني وملكني إلى حبيبنا صلى الله عليه وسلم ലോകത്തെ അവിടുത്തെ മഹത്വങ്ങളും അവിടുത്തെ പ്രശംസകളെല്ലാം നടന്നുകൊണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലുൽ ഖലായിഖ് അലൽ ഇത്ലാഖ് റബ്ബ് തആല പടച്ചുവിട്ടതായ എല്ലാ സൃഷ്ടിജാലങ്ങളിലും വെച്ചിട്ട് ഏറ്റവും അഫ്ദലായ ഏറ്റവും ശ്രേഷ്ഠമായ ആളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറിച്ച് ചൊല്ലി ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ ഫജഅലനി മിൻ ഖൈരി ഫിർഖിഹി. അല്ലാഹു തആല സൃഷ്ടികളെ പടച്ച ആ സൃഷ്ടികളെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു കൂട്ടത്തിൽ നല്ല ഒരു ഗ്രൂപ്പിലാണ് അല്ലാഹു തആല നമ്മെ പടച്ചത്. ثم خير القبائل فجعلني في خير قبيلة. പിന്നെ സൃഷ്ടികളിൽ ഒരുപാട് ഗോത്രങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ അല്ലാഹു തആല പടച്ച അതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു കബീല നല്ല ഒരു പരമ്പര നല്ല ഒരു ഗോത്രത്തിലാണ് أنت الله تعالى برسيله. ثم خير البيوت فجعلني في خير بيوتهم. إن ورو ترابل ورو أجنن الله تعالى سلكك هذا بتسيرته خيرايا أو تلبسكان أنت الله تعالى لك جنم تني فأنا خيرهم نفسا وخيرهم بيتا. أن نصب ربنا قرب الله ഏറ്റവും ഖൈറായ പരമ്പരയിൽ കൂടിയാണ് അല്ലാഹു തആല നടത്തിയത്. സ്വന്തമായിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ പുകഴ്ത്തിയിട്ടുണ്ട്. ഇന്ന മസലി വമസലുൽ അംബിയാഇ ഖബലി കമസലി റജുലിൻ ബനാ ബൈതൻ ഫഅഹ്സനഹു വഅജ്മല. നമ്മുടെ ഉപമ ഏതുപോലെ ചെന്നെങ്കിൽ നമ്മുടെ ഒരു എക്സാമ്പിൾ ഏതുപോലെ ചെന്നെങ്കിൽ നാം നന്മയിൽ ഉണർവ് വന്നതായ ഊണാക്കും ചില്ലറപ്പെട്ടതായ വിമാരെ പരസ്പര നല്ല ഇടകളുള്ളതായ ഉപമ ഏതുപോലെ ചെന്നെങ്കിൽ ഒരു അക പോലെയാണ്. ഒരാൾ ഒരു അക നല്ല സൗന്ദര്യമുള്ള ഒരു കൊട്ടാര ഒരു മാരേജ് ഉണ്ടാക്കി അതിന് വേണമായ എല്ലാ ചന്ദ്രങ്ങളും അയാൾക്ക് കൊടുത്തു. ഇല്ല മോഹിയ രവിതത്തിൻ സാമിയ. പക്ഷേ ഇത്രയും ചന്ദ്രമുള്ള അന്തമുള്ള ഒരു അക ഉണ്ടാക്കിയിട്ട് ആ ഔട്ടരെ മതിലിൽ ഒരു കല്ല് മാത്രം അയാൾ മാറ്റി വെച്ച് അവരേക്കാണ്. ആൾമാർ വന്നിട്ട് ചുറ്റിട്ട് നോക്കുക തുടങ്ങിയ എന്നിട്ട് ആൾമാർ ചെന്നാൽ കല്ല ഉടവ് കിട്ടിയ ഉടവ് കല്ല് വെച്ചിരുന്നെങ്കിൽ നല്ല കാമിലും മുഖമ്പിലും മുഖമ്മലായ അതായിട്ട് ആവത്ത് ചെന്നിട്ട് ആൾമാരെല്ലാം ചെല്ലു തുടങ്ങിയ എന്നിട്ട് ചെന്ന് ഫറിയിൽ ലവീന ആ വ്യക്തിയെ ആ കല്ല് ആ സൗന്ദര്യത്തെ കംപ്ലീറ്റ് ആക്കിയ ആള് നാണ് എല്ലാ നബിമാരെ അവസാനത്തിൽ വെച്ച ആളാണ് ഹബീബുൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പരമ്പരകളാണ് അല്ലാഹു തആല ഹബീബായ തങ്ങളെ ഉണ്ടാക്കിയത്. ഇന്നല്ലാഹു അസ്തഫാ കിനാന മിൻ ബനി ഇസ്മാഈൽ. ഇബ്രാഹിം ചെന്നതായ ഈ ലോകത്തിൽ വന്നതായ എല്ലാ നബിമാരെയും വലിയ മാപ്പ ഇബ്രാഹിം അലൈഹിസ്സലാമൊക്കെ സുദീർഘമായിട്ട് ഏകദേശം 2 തിങ്കൾ നൽകി പള്ളിയിൽ ചെന്ന് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ ഇസ്മായിൽ ചെന്നതായ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരകളാണ് അല്ലാഹു തആലക്ക് പിന്നെ ജയിക്കും അല്ലാഹു തആല കാരണമാക്കി. ബാക്കിയുള്ള എല്ലാ നബിമാരും ഇബ്രാഹിം നബിയുടെ മോൻ ഇസ്ഹാഖ് ചെന്നതായ നബിമാർ ഒരുപാട് നബിമാർ ഉണ്ടെങ്കിൽ അല്ലാഹു തആല ഖുറൈശികളിൽ പെട്ട അഥവാ പിന്നെ അറബ് ജനത്തിൽ പെടുന്നവന്റെ ഏകൈക നബിയായിട്ട് അല്ലാഹു തന്നെ സെലക്ടാക്കിയ അത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഒരു ദൂരിൽ കൂടിയാണ് അല്ലാഹു തആല ഉണ്ടാക്കിയത്. ആദം നബിയെ വിളിച്ചിട്ട് നന്റെ മാപ്പ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പോലും വന്നതായ നസബ ഉമ്മ
മഹദിയായ ഹവ്വ റളിയല്ലാഹു അൻഹ പിടിച്ചിട്ട് തന്റെ ഉമ്മയായ പിന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആമിന ബിബി റളിയല്ലാഹു അൻഹ ഈ പരമ്പര ഇതിൽ ഒരേ ഒരു കളങ്ക ഒരേ ഒരു അഭിഹിതമായ ബന്ധങ്ങൾ ഒന്നും കാണാൻ സാധ്യമില്ല. നല്ല നസബ് നല്ല പരമ്പര ഇന്ന കുല്ല സബബി മനസ്സി മുഖതിയു യൗമൽ ഖിയാമ ഇല്ലാ സബബി മനസബി എല്ലാ പരമ്പരയും കൂടെ അസ്തമിച്ചുകൊണ്ട് നല്ല പരമ്പര അസ്തമിക്കാണ്ട് അല്ലാഹു തആല നല്ല ഖാദിർ മുദബ്ബിറായ നിലയ്ക്ക് അല്ലാഹു തആല നല്ല പരമ്പര ഖിയാമത്ത് നാൾ തോറും ബാക്കിയാക്കാണ്ട് ഹബീബുൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരുകൾ സുബ്ഹാനല്ലാഹ് ഒരുപാട് പേരുകൾ ഹബീബായ തോന്നുന്നു. മഹാന്മാരായ സൂഫി ജഗത്തുൽ വെച്ച് ഒരു വലിയ മഹാന്മാർ ചെന്നാൽ ഇന്നലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഫ് ഇസ്മിൻ എഴുതങ്ങൾക്ക് 1000 പേരുകളുണ്ട്. 1000 പേരുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. സാധാരണ റായത്തുള്ള എല്ലാ ആത്മാർ ഓതുന്നതായ ദലായിലുൽ ഖൈറാത്ത് ചെന്നതായ കിതാബും എന്തുമില്ലെങ്കിൽ പിന്നെ വെള്ളിയാഴ്ച പ്രത്യേകമായ അൽക്കഫിലെ 7 നാസ്വാദത്തുള്ള സ്വലാത്ത് ഓതുക. ദലായിലുൽ ഖൈറാത്ത് ചെന്നതായ ബഹുമാനപ്പെട്ട ശൈഖുൽ ഇമാം മുഹമ്മദ് ഇബ്നു സുലൈമാൻ അൽ ജസൂരി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയതായ സ്വലാത്തിന്റെ കിതാബാണ് ദലായിലുൽ ഖൈറാത്ത്. ആ ദലായിലുൽ ഖൈറാത്തിലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 201 പേരുകൾ മഹാനായ ഇമാം ശൈഖ് മുഹമ്മദ് ഇബ്നു സുലൈമാൻ അൽ ജസൂരി റളിയല്ലാഹു അൻഹു എടുത്തിട്ടുള്ളതായിട്ട് കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വെച്ച് ഏറ്റവും നല്ല പേര്, ഏറ്റവും മഷ്ഹൂറായ, ഏറ്റവും ഫضലുള്ള പേര് മുഹമ്മദ് എന്ന പേരാണ്. ആ പേരിൽ ഒരുപാട് മഹത്വങ്ങൾ മഹാന്മാർ ചെന്നതായിട്ടെല്ലാം കാണും. അങ്ങനെ ഇതങ്ങൾക്കും അഹ്മദ് എന്ന പേരും മുഹമ്മദ് എന്നെങ്കിൽ എല്ലാ ആത്മാരെ കൊണ്ട് പുകഴപ്പെടുന്ന ആളുകളാണ്. ഏതൊരു ഒരാള് എഴുതുകളെ ഇൻസൾട്ട് ആക്കി ഉണ്ടെങ്കിലും മുഹമ്മദ് പ്രശംസിക്കപ്പെടുന്ന വ്യക്തിത്വമാണ്. അയാൾ എഴുതുകളെ ഫസ്റ്റ് പുകഴിട്ടാണ് പിന്നെ ഏതൊരാള് ഇൻസൾട്ട് ആക്കണതായ ആളും ആക്കണം. എഴുതുകളെ മഷൂറായ വേറൊരു പേരാണ് അഹ്മദ് എന്ന പേര്. അതേപോലെ എഴുതുകൾക്ക് പിന്നെ ഒരുപാട് പേരുകൾ മുഹൈമിൻ എന്നതായ പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നു. തൗറാത്തും സബൂറും അതുപോലെ ബാക്കിയുള്ള കിതാബുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഹ്മദിനാണ് പരിചയപ്പെടുത്തിയതിനാണ് മഹാന്മാർ നമുക്ക് വഴിപാടി തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മി എന്ന പേരും ഉമ്മിയുടെ ഭാഷാർത്ഥ പഠിപ്പില്ലാത്ത ആളുകളാണ്. പഠിപ്പില്ലാത്ത ആളുകൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചൊല്ലും സാധ്യമില്ല. ആ ഉമ്മിയുടെ അർത്ഥം കേട്ട് മഹാന്മാർ വിശദീകരിക്കുക. ആ ഉമ്മിയുടെ അർത്ഥം ലം യതഅല്ലം ഫീ അയ്യി മദ്രസ ലം യതലമ്മദ് ലി അയ്യി മുഅല്ലിമിൻ. ഒരു മദ്രസത്തിൽ പോയിട്ട് ഒരു മുഅല്ലിമിനെ ശിഷ്യത്വം സ്വീകരിച്ചിട്ട് ഒരു ഉസ്താദിനെ ശിഷ്യനായിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചില്ല. ബൽ റബ്ബുനാ തബാറക വ തആല മല ഖൽബഹു ബിജമീഇൽ ഉലൂമി മുബാശറ. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല മുദ്ദായിട്ട് എല്ലാ ഇൽമുകളും അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഖൽബു അല്ലാഹു തആല ഉറച്ചു കൊടുക്കുക. അതാണ് ഉമ്മിയുടെ അർത്ഥമായിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണും. അതേപോലെ അവിടുത്തെ പേരാണ് നബിയുൽ മലാഹി. നബിയുൽ മലാഹി എന്നെങ്കിൽ അത് അർത്ഥം യുദ്ധപ്രിയനായ നബിയും അല്ല. പല ആൾമാർ അത് അങ്ങനെയാണ് അർത്ഥം കൊടുക്കുന്നത്, യുദ്ധപ്രിയനായ നബി. അങ്ങനെയല്ല യഥാർത്ഥ അർത്ഥം നബിയും യർഹം ഫിൽ ഹർബി വൽ ഖിതാൽ. യുദ്ധത്തെ സമയത്തും പോലും മക്കവും പെണ്ണിയും അതേപോലെ വയസ്സുള്ള ആൾമാർക്ക് ഉപദ്രവാക്കിയല്ല ചെന്നിട്ട് പഠിപ്പാട്ടിയൊക്കെ യുദ്ധത്തിൽ പോലും കരുണ കാട്ടിയ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് അതിന്റെ അർത്ഥം മഹാന്മാർ പഠിപ്പാട്ടിട്ട അസ്സിറാജുൽ മുനീർ ചെന്നിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരും. അതേപോലെ നേരത്തെ ഞാൻ ചെന്ന പോലെ തൗറാത്ത് അഹ്മദ് കൊണ്ടും അഹ്യദ് എന്നും പേരുണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബിതങ്ങളുടെ പേരാണ് വേറൊരു പേരാണ് അൽ ഫാത്തിഹ് വല്ലദി ഫതഹ അബ്വാബൽ ഉലൂമി വൽ ഹിദായ. ഇൽമുടെ എല്ലാ ഡോസുകൾ, ഹിദായത്തിന്റെ സന്മാർഗ്ഗത്തിലെ എല്ലാ കവാടങ്ങൾ, എല്ലാ വായകൾ തുറന്നു കൊടുത്ത ആളാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അൽ ഫാത്തിഹ് എന്ന അർത്ഥം. അല്ലെങ്കിൽ നാളെ പരലോകത്തിൽ നിഅമത്ത് റബീലായ സ്വർഗ്ഗത്തെ ഡോർ ഓപ്പൺ ആക്കുന്ന ആളാണ്
ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഹബീബായ യാസീൻ എന്ന പേരും യാസീന്റെ അർത്ഥം യാ സയ്യിദൽ ബശർ, ഓ സൃഷ്ടിജാലത്തെ നേതാവായ നബിയെ ചെന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്. അതേപോലെ അബ്ദുല്ലാഹ് എന്ന പേരും ഫകാന മിൻ അഹബ്ബി അസ്മാഇ ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾക്ക് അല്ലാഹുവിന് ഇഷ്ടമുള്ള പേര് അതായിരിക്കുകയാണ് അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമ എന്ന പേര് നബിതങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ദുനിയാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിൽ മുതൽ വന്നതായ ഒരുപാട് മതങ്ങൾ, റിലീജിയനുകൾ, അങ്ക് വന്നതായ നബിമാരെ അങ്ങനെയെല്ലാം ദേവതാക്കിയത്തെ നബികളെ അങ്ങ് പിടിച്ചിട്ട് അള്ളാഹുവാക്കിയത്തെ ചരിത്രങ്ങളെല്ലാം കാണുവാൻ സാധ്യമാവും. അതേ സമയത്തിൽ വീണ്ടും ഈ നിമിഷത്തോടും ലോകത്തിൽ ഒരേ ഒരു ആണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിയെ പിന്നെ അല്ലാഹു ജല്ലൽ എല്ലാവരും ചെല്ലെ അബ്ദുഹു വ റസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ നടുവനാണ്, അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹുവിന്റെ നബിയാണ് എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദു എന്നതായ അബ്ദുല്ലാഹ് എന്ന പേര് അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മഹാന്മാർ ചെന്നതായിട്ട് കാണും. മുഹമ്മദ് എന്ന പേര് ഏറ്റവും ഷറഫുള്ള പേരാണ്. അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പടക്കലേക്ക് മുതലേ 1000 വർഷത്തിന് മുതൽ അല്ലാഹു തആല മുഹമ്മദിന്റെ പേര് വെച്ചിട്ടാണ് കാണും. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട് ഇന്നി റഅയ്തു ഇസ്മ മുഹമ്മദിൻ അലാ സാഖില്ല, റബ്ബുൽ അർശ് കണ്ട വലിയ സൃഷ്ടിയെ അടിഭാഗത്തിൽ മുഹമ്മദ് ചെന്നിട്ട് എഴുതി വെച്ചതായിട്ടാണ് നോക്കിയത്. ആകാശ ലോകത്തിൽ സഞ്ചാരാക്കിയ ഏതെല്ലാം പക്കത്ത് വീട് ഇല്ല ഇസ്മ മുഹമ്മദിൻ മക്തൂബൻ അലൈഹി, അവിടെ എല്ലാം മുഹമ്മദ് 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 എന്ന പേര് എല്ലാ ചായകളും എഴുതി വെച്ചതായിട്ടാണ് കണ്ടത്. മാത്രമല്ല പിന്നെ സ്വർഗത്തെ പരമാകത്തിൽ സഞ്ചാരാക്കിയ അവിടെ എല്ലാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിറത്തുൽ മുൻതഹൽ ഹബീബായ തങ്ങളുടെ മുഹമ്മദ് എന്ന പേരുണ്ട്. എല്ലാ മലക്കുമാരുടെ കണ്ണുകളിൽ നോക്കിയ എല്ലാ മലക്കുമാരുടെ കണ്ണുകളും മുഹമ്മദ് എന്ന പേരുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട അബൂൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പാട്ട് ഇങ്ങനെ ഹബീബായ തങ്ങളുടെ ചെന്നെങ്കിൽ ചെന്നു കേൾക്കാത്ത മഹത്വങ്ങൾ കേവല അവിടുത്തെ പേര് വിശദീകരിക്കുകയും അൽ ബഖ്റത്തു സനിയ ഫീ അസ്മാഇ നബവിയ്യ ചെന്നിട്ട് ബഹുമാനപ്പെട്ട അബ്ദുർ റഹ്മാൻ ബിൻ അബീ ബക്കർ അസ്സുയൂത്തി റഹിമഹുല്ലാഹ് ഒരു ഗ്രന്ഥമേ ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട അഹ്സനുൽ വസായിൽ ഫീ നബി അസ്മാഇ നബിയിൽ കാമിൽ ചെന്നിട്ട് അല്ലമ യൂസുഫ് ബിൻ ഇസ്മാഈൽ നബഹാനി റളിയല്ലാഹു അൻഹു ഒരു ഗ്രന്ഥം ഉണ്ടാക്കി. അതുപോലെ മുഹമ്മദ് റസൂലുഹു ചെന്നിട്ട് പ്രത്യേകമായ ഒരു ഗ്രന്ഥം മഹാന്മാർ ധാരാളമായിട്ട് ഉണ്ടാക്കിയത്. അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഹബീബായ തങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് കാണുവാൻ സാധ്യമാവും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഹബീബായ തങ്ങൾ ഒരുപാട് വിശ്രമിക്കും. അവിടുത്തെ മഹത്വങ്ങളും അവിടുത്തെ ബഹുമാനങ്ങളും പഠിക്കും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിച്ച് സ്വഹാബത്താക്കും. ربنا لي توفيق علينا ഈ توفيق علينا കലിഷ്ഠനാകും ഐബ സ്വലാത്ത് ചൊല്ലണം. സ്വഫഹ്തുഹു യൗമൽ ഖിയാമ ഐബ സ്വലാത്ത് നിരന്തര ചൊല്ലണം. നമ്മുടെ പരലോകത്തിനാണ് സ്വഹാബത്താക്കളെ നാവുമായി ശേഖരൻ മുലാഖാത്താവുക. ഹബീബായ തങ്ങൾ ചെന്നിരിച്ച് യാ റബ്ബി യാ റഹ്മാൻ ആ ഹബീബായ തങ്ങൾ സ്വർഗ്ഗലോകത്തിൽ നമുക്ക് കണ്ടുമുട്ടും. അവിടുത്തെ ശഫാഅത്തുൽ ഉളുമയിൽ ഒരുമിച്ച് കൂടും. അല്ലാഹുവേ നമുക്ക് ഈ തൗഫീഖ് തരണേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തപ്പുകൾ വന്നുപോയി. ഹബീബായ തങ്ങളെ ബർക്കത്തും നമുക്ക് മാഫാക്കി തരണേ. ഞങ്ങളുടെ കൂട്ടുകുടുംബ ഞങ്ങളുടെ എല്ലാ ആൾമാരും ഹബീബായ തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടി തരണേ. ഞങ്ങളെല്ലാം അടുത്ത സ്വഭാവങ്ങൾ നീക്കിയിട്ട് ഞങ്ങളെ ശുദ്ധമാക്കിയിട്ട് മരണ സമയത്തിൽ ഹബീബായ തങ്ങളുടെ സാന്നിധ്യത്തോടെ മരിക്കും. ഞങ്ങൾക്ക് ഈ തൗഫീഖ് തരണേ. اللهم صل على نبينا المصطفى حبيبنا سيدنا محمد النبي وعلى اله وصحبه وسلم. اللهم صل على نبينا المصطفى حبيبنا سيدنا محمد النبي وعلى اله